ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡേറ്റിനെ കുറിച്ചിട്ടാണ്. ഒരു ഡാറ്റാബേസിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഡേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില സ്ഥലത്ത് നമ്മൾ ഓരോ റെക്കോർഡും ക്രിയേറ്റ് ചെയ്തതും അതുപോലെ തന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റും ടൈമും നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഡേറ്റ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻസിന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഡേറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോസ്റ്റ്ഗ്രിസിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ഡേറ്റ് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് കറന്റ് ഡേറ്റ് ആൻഡ് ടൈം കിട്ടാൻ പോസ്റ്റ്ഗ്രിസ് നമുക്ക് നൗ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തരുന്നുണ്ട്. സോ അതെങ്ങനെയാന്ന് നോക്കാം. സോ സെലക്ട് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറന്റ് ഡേറ്റ് ആൻഡ് ടൈം നമുക്കിവിടെ കാണാം. ഇവിടെ ഡേറ്റ് ഉണ്ട്, അതുപോലെ ടൈം ഹവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കറന്റ് ഡേറ്റ് കിട്ടും. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ നിന്ന് എനിക്ക് ഡേറ്റ് മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ ഞാൻ ഈ നൗവിന് കാസ്റ്റ് ചെയ്ത് ഞാൻ ഡേറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പൊ എനിക്ക് കറന്റ് ഇന്നത്തെ ഡേറ്റ് മാത്രമാണ് ഇവിടെ കാണിച്ചത്. ഇതുപോലെ എനിക്ക് ടൈം മാത്രം മതിയെങ്കിൽ എനിക്കിവിടെ ടൈം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറന്റ് ടൈം മാത്രം ഇവിടെ കാണിക്കും. ഓക്കെ, ഇനി സപ്പോസ് എനിക്ക് ഡേറ്റും ടൈമും കാണിക്കേണ്ട, അതിന് പകരം കറന്റ് ഇയർ ആണ് കാണിക്കേണ്ടത്, അതല്ലെങ്കിൽ കറന്റ് മന്ത് ആണ് കാണിക്കേണ്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പോസ്റ്റ്ഗ്രിസ് തരുന്ന എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ അതിനായിട്ട് സെലക്ട് എക്സ്ട്രാക്ട് ബ്രാക്കറ്റ് ഇയർ, ഓക്കെ, ഫ്രം കറന്റ് ഡേറ്റ്. ഓക്കെ, ഇപ്പൊ എനിക്ക് കാണാം കറന്റ് ഇയർ മാത്രം കിട്ടി. ഇനി ഇതുപോലെ തന്നെ എനിക്ക് കറന്റ് മന്ത് കാണിക്കാൻ പറ്റും. ഇവിടെ ഇയറിന് പകരം ഞാനിവിടെ മന്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കറന്റ് മന്ത് കിട്ടും. ഓക്കെ, ഇനി എനിക്ക് ഡേ ആണ് വേണമെങ്കിൽ എനിക്കിവിടെ മന്തിന് പകരം ഞാൻ ഡേ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കറന്റ് ഡേ കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ എനിക്ക് കറന്റ് സെഞ്ചുറി ആണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ കറന്റ് സെഞ്ചുറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇപ്പോഴത്തെ സെഞ്ചുറിയും കിട്ടും. ഓക്കെ, 21st സെഞ്ചുറി. ഓക്കെ, ഇതുപോലെ ഒരുപാട് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ പോസ്റ്റ്ഗ്രിസിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നോക്കുകയാണെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സും ഫംഗ്ഷൻസും നമുക്ക് കിട്ടും. ഓക്കെ, ഇതുപോലെ കറന്റ് ഡേറ്റിലോട്ട് ഇനി നമുക്ക് വർഷങ്ങളും അതുപോലെ തന്നെ മാസങ്ങളും നമുക്ക് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. സപ്പോസ് എനിക്ക് ഇനി 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വേണം, അതല്ലെങ്കിൽ 5 മാസം മുമ്പുള്ള ഡേറ്റ് വേണം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻസും, അതായത് അഡീഷണൽ സബ്ട്രാക്ഷൻ ഓപ്പറേഷനും നമുക്ക് ഡേറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനായിട്ട് സെലക്ട് നൗ, ദെൻ എനിക്ക് വേണ്ടത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ്. ഓക്കെ, ഞാനിപ്പോ സെലക്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോ കറന്റ് ഡേറ്റ് ആൻഡ് ടൈം കിട്ടി. സോ എനിക്കിനി 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വേണം. സോ അതിനായിട്ട് നൗ കഴിഞ്ഞതിന് ശേഷം പ്ലേസ് ഞാൻ ആഡ് ചെയ്യുന്നത് 10 വർഷം ആഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്റർവെൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തു, ഇന്റർവെൽ. ദെൻ കോഡ്സിനകത്ത് എത്ര വർഷമാണ് ആഡ് ചെയ്യേണ്ടത്. സോ എനിക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത് 10 ഇയേഴ്സ് ആണ്. സോ ഞാൻ 10 ഇയേഴ്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പൊ 2023 ആണ്. സോ 2033 എന്ന് ഇവിടെ റിസൾട്ട് കാണുന്നത്. അതായത് ഇപ്പോഴത്തെ കറന്റ് ഡേറ്റിലോട്ട് 10 ഇയേഴ്സ് ആഡ് ചെയ്തു. ഇതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ 10 ഇയേഴ്സ് സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. ഇപ്പൊ ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ 2013 എന്ന് പറയുന്ന ഡേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇത് സെയിം പോലെ നമുക്ക് മന്ത്സും ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഇവിടെ കറന്റ് ഡേറ്റിലോട്ട് 1 മന്ത് കൂടെ ആഡ് ചെയ്തു. ഓക്കെ, സോ മന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കാണാം മന്ത് ചേഞ്ച് ചെയ്യും 7. ഓക്കെ, ഇപ്പൊ മന്ത് 6 ആണ്. സോ 7 ആഡ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്റ്റും ചെയ്യാം. ഓക്കെ, ഇനി ഇതിലും നമുക്ക് കാസ്റ്റ് ചെയ്ത ഡേറ്റ് മാത്രം അല്ലെങ്കിൽ ടൈം മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട്, സോ ഇവിടെ നൗവിന് പകരം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദെൻ എൻഡിൽ എനിക്കിവിടെ ഡേറ്റ് മാത്രം മതി. ഓക്കെ, സോ ഞാൻ ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഡേറ്റ് മാത്രം കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഈ ഡേറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ് ഓപ്പറേഷൻസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ഓപ്പറേഷൻസ് നിങ്ങൾ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.